ഗൈസ്, നമ്മളുടെ ക്ലാസ് 9 CBSE ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഓറിയന്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്. അപ്പോൾ ഈ ചാപ്റ്റർ ഭയങ്കര ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡിലാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പോകുന്നതെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ടോ ആ A to Z കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. സോ അടിപൊളിയായിട്ട് കേട്ടിരിക്കുക, അവസാനം വരെ കേട്ടിരിക്കുക. ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, സോ ദ ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് എന്താണ് 2D ഫിഗേഴ്സ്, എന്താണ് 3D ഫിഗേഴ്സ് എന്നുള്ളതാണ്. അതായത് 2D ഫിഗർ എന്ന് പറയുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമുള്ളതിനെയാണ് 2D ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഞാനൊരു പേപ്പർ എടുത്തു. പേപ്പർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമേ പേപ്പറിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെന്താണ്? ഇതൊരു 2D ഫിഗർ ആണ്. അല്ലെങ്കിൽ പോട്ടേടാ, എൻ്റെ ഈ ഒരു ഷാള് നിങ്ങൾ നോക്ക്, ഇതിനൊരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തുമേ ഉള്ളൂ. ഇതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള സാധനമല്ലേ, ഇതൊരു 2D ഫിഗർ ആണ്. ഇനി എന്താണ് 3D ഫിഗർ? 3D ഫിഗർ ലെങ്ത്തും ബ്രെഡ്ത്തും ആൻഡ് ഹൈറ്റും ഉണ്ടാവും. അതായത് ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇതൊരു ഫ്ലാറ്റ് ആയിരിക്കും. ഇവൻ എന്തായിരിക്കും? ദേ ഓക്യുപ്പൈ സ്പേസ്. അതായത് ഞാൻ ഇപ്പോൾ എൻ്റെ ഫോൺ എടുത്തു. ഫോണിൽ നോക്ക്, ഇതിനെന്തുണ്ട്? ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട് ആൻഡ് ഒരു കുഞ്ഞു ഹൈറ്റും ഉണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു 3D ഫിഗർ ആണ്. പോട്ടെ, ഈ ഒരു റിമോട്ട് എടുത്താലോ, ഈ റിമോട്ടിന്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട്. അപ്പൊ ഇതെന്താണ്? 3D ഫിഗർ ആണ്. ഈ പെൻ എടുത്താലോ, പെന്നിന്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട്. അപ്പൊ ഇതൊരു 3D ഫിഗർ ആണ്. അപ്പൊ 2D ഫിഗർ ദേ ആർ ഫ്ലാറ്റ്, ഇത് ഫ്ലാറ്റ് ആയിരിക്കും. ആൻഡ് 3D ഫിഗർ എന്ന് പറഞ്ഞാൽ ദേ ഓക്യുപ്പൈ സ്പേസ്. 2D ഫിഗേഴ്സിന് എക്സാമ്പിൾ ആണ് സ്ക്വയർ, സർക്കിള്, റെക്ടാങ്കിള്. ഇതൊക്കെ 2D ഫിഗേഴ്സിന് എക്സാമ്പിൾ ആണ്. ആൻഡ് നമ്മളുടെ 3D ഫിഗേഴ്സ് ആണ് ക്യൂബ്, ക്യൂബോയിഡ്, സ്ഫിയർ. ഇതൊക്കെ എന്താണ്? 3D ഫിഗേഴ്സിനുള്ള എക്സാമ്പിൾ ആണ്. സ്ഫിയർ എന്ന് പറഞ്ഞാൽ ബോൾ കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ മക്കൾ പഠിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ 2D ഫിഗേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ഒരു 2D പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത്. പ്രശ്നമൊന്നുമില്ല. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു പോയിന്റിനെ 2D പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് 2D പ്ലെയിനിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു പേപ്പറിൽ ഒരു പോയിന്റ് ഇട്ടു. ഓക്കെ, ഒരു പോയിന്റ് ഇട്ടു ഒരു പേപ്പറിൽ. ആ പേപ്പറിൽ ഒരു പോയിന്റ് ഇട്ടാൽ സാധാരണ രീതിയിൽ നിങ്ങൾ എന്താ പറയാ? ആ പേപ്പറിന്റെ താഴേന്ന് ഒരു 5 സെന്റിമീറ്റർ മുകളിലും സൈഡിൽ നിന്ന് ഒരു 3 സെന്റിമീറ്റർ ഇങ്ങോട്ടുമാണ് ഉള്ളത് എന്നാ പറയാ. അങ്ങനെയല്ലേ നിങ്ങൾ പറയാറ്? പക്ഷെ ഇനി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ഇത് 2D പ്ലെയിനിൽ എങ്ങനെയാണ് ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞുതരാൻ പോവാണ്. അതായത് ഇതാ നോക്ക്, ഇതാണ് നമ്മളുടെ സ്വന്തം ഗ്രാഫ് പേപ്പർ. ഇവിടെയാണ് നമ്മൾ എന്ത് വരയ്ക്കാൻ പോകുന്നത്? 2D പ്ലെയിന് അല്ലെങ്കിൽ കോർഡിനേറ്റ് പ്ലെയിൻ, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയാം, കോർഡിനേറ്റ് പ്ലെയിൻ എന്ന് പറയാം, കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ XY പ്ലെയിൻ എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ഇവന്മാരെ പറയും. ഓക്കെ, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഈ പേരുകളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. സോ ഇത് എങ്ങനെയാണ് വരയ്ക്കാന്ന് വെച്ചാൽ ദാ ഇങ്ങനൊരു ലൈന് വരയ്ക്കുന്നു. നമ്മൾ നമ്പർ ലൈനൊക്കെ പഠിച്ചിട്ടില്ലേ? അത് തന്നെ. അങ്ങനെ ഇതിനെന്ത് ചെയ്യുന്നു? നടുവിലൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇതാണ് 0. ഓക്കെ, ഇതിൻ്റെ മുന്നോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? 1 2 3 4 5 ഇങ്ങനെ പോവും. ബാക്കോട്ട് പോകുന്ന സമയത്ത് -1 -2 -3 -4 -5 ഇങ്ങനെ ബാക്കോട്ട് പോകും. ഇതിനെ പറയുന്ന പേരാണ് എക്സ് ആക്സിസ്. എന്താ പറയാ? എക്സ് ആക്സിസ് എന്നാണ് ഇതിനെ പറയാം. ഇനി ഇതേ എക്സ് ആക്സിസ് നമ്മൾ ഒന്ന് തിരിച്ചിടുകയാണ്. അതായത് എങ്ങനെ ഇടുന്നു? ഇതുപോലെ 0ലൂടാണ് വേണ്ട. 0ലൂടെ ഇതുപോലെ ഇടുന്നു. ഓക്കെ, 0ലൂടെ ഇങ്ങനെ വരയ്ക്കുന്നു. എന്നിട്ട് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ 1 2 3 4 5 6 അങ്ങനെയാണ് വരിക. താഴോട്ടാകുമ്പോൾ -1 -2 -3 -4 -5. ഇതിനെ പറയുന്ന പേരെന്താ അറിയോ? Y ആക്സിസ്. എന്താണ്? അപ്പൊ എക്സ് ആക്സിസ് ഉണ്ട്, Y ആക്സിസ് ഉണ്ട്. ഈ എക്സ് ആക്സിസും Y ആക്സിസും കൂടെ ചേർന്നതാണ് ആര്? നമ്മളുടെ XY പ്ലെയിന് അല്ലെങ്കിൽ 2D പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിലൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. നിങ്ങൾ നോക്കേ, ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. എങ്ങനെയാ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ പോയിന്റ്. ഈ പോയിന്റ് മാർക്ക് ചെയ്തു. ഈ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഞാൻ ചോദിക്കുകയാണ് ഈ പോയിന്റിന്റെ പൊസിഷൻ എവിടെയാണെന്ന്. നിങ്ങൾ എങ്ങനെയാ പോയിന്റിന്റെ പൊസിഷൻ പറയാറിയോ? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് താഴോട്ട് നോക്കുക. നമ്മളുടെ എക്സ് ആക്സിസിലേക്ക് നോക്കുക. പോയിന്റിന്റെ മുകളിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് നോക്കുക. എക്സ് ആക്സിൽ നിന്നും പോയിന്റ് ഏതിന്റെ നേരെയാണ്? എക്സ് ആക്സിൽ നിന്നും ഏതിന്റെ നേരെയാണ്? 3ക്ക് നേരെയാണ് അല്ലെ. ഇനി അടുത്ത് നോക്ക്, Y ആക്സിസിലേക്ക് സൈഡിലേക്ക് നോക്കുക. Y ആക്സിൽ എന്തിന്റെ നേരെയാണ്? നമ്മളുടെ സ്വന്തം 4ന്റെ നേരെയാണ്. അങ്ങനെയെങ്കിൽ ഇതിനെങ്ങനെയാ പറയാന്നറിയോ? എക്സ് ആക്സിൽ എന്തിന്റെ നേരെയാണ്?
3ന്റെ നേരെയാണ്. അപ്പൊ 3, y ആക്സിൽ എന്തിന്റെ നേരെയാണ്? 4ന്റെ നേരെയാണ്. സോ എന്താ പറയാ? 3, 4 എന്നാ പറയാ. എങ്ങനെയാ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക? 3, 4 എന്നാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. ഇതിനെ പറയുന്ന പേരാണ് കോർഡിനേറ്റ്സ് എന്നാ പറയാ. എന്താ പറയാ? കോർഡിനേറ്റ്സ് എന്നാണ് ഇതിനെ പറയാ. ഓക്കെ, കോർഡിനേറ്റ്സ്. ഇതിൽ നോക്കിയടാ, ഇതിൽ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? എക്സ് കോർഡിനേറ്റ് ആണ്. എന്താണ്? എക്സ് കോർഡിനേറ്റ് ആണ് ആര്? ആദ്യത്തെ നമ്പർ. ഇനി രണ്ടാമത്തെ നമ്പർ എന്താ അറിയോ? വൈ കോർഡിനേറ്റ് ആണ്. എന്താണ്? വൈ കോർഡിനേറ്റ് ആണ്. എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ്. ഇനി അടുത്ത് നോക്കേ, വേറൊരു പോയിന്റ് മിസ് മാർക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിലോ ഞാൻ എന്ത് ചെയ്യും? എക്സ് ആക്സിസിലേക്ക് നോക്കൂ അല്ലെ. എക്സ് ആക്സിൽ എന്തിന്റെ നേരെയാണ്? ആംസെ 5ന്റെ നേരെയാണ്. ഇനി വൈ ആക്സിസിലേക്ക് നോക്കും. വൈ ആക്സിൽ എന്തിന്റെ നേരെയാണ്? ആംസെ -2ന്റെ നേരെയല്ലേ? -2ന്റെ നേരെ. യെസ്, -2ന്റെ നേരെയാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് എങ്ങനെയാ വരിക? 5, -2. റെഡി? 5, -2 ആണ് വരിക. ഇനി അടുത്ത് നോക്ക്, ഞാൻ ഇത് പോട്ടെ, ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ഒന്ന് മാറ്റി പിടിക്കാൻ പോവാ. ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് -3, -3, ഈ ഒരു പ്ലെയിനിൽ മാർക്ക് ചെയ്യണം. -3, ഈ ഒരു പ്ലെയിനിൽ മാർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എങ്ങനെയാ -3, ഈ പ്ലെയിനിൽ മാർക്ക് ചെയ്യുക? സാധനം ഇത്രയേ ഉള്ളൂ. അതായത് എക്സ് ആക്സിസിൽ എന്തിന്റെ നേരെയാണ്? -3ന്റെ നേരെയാണ്. വൈ ആക്സിസിൽ 4ന്റെ നേരെയാണ്. എക്സ് ആക്സിൽ -3, അതായത് എക്സ് ആക്സിൽ ഇവനാണ്, അത് -3ന്റെ നേരെ. വൈ ആക്സിസിൽ 4ന്റെ നേരെ. അപ്പൊ എക്സ് ആക്സിൽ -3ഉം വൈ ആക്സിൽ 4ഉം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഈ ഒരു പോയിന്റ് അല്ലെ? എക്സ് ആക്സിൽ -3ഉം, നിങ്ങൾ നോക്കിയടാ, എക്സ് ആക്സിൽ -3ഉം വൈ ആക്സിൽ 4ഉം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇവനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഈ പോയിന്റ് ആണ്. അപ്പൊ ഇതാണ് ആര്? നമ്മളുടെ സ്വന്തം ഞാൻ പറഞ്ഞ -3, 4 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്ക്, നമ്മളുടെ വേറൊന്നും മിസ് തരാണേ. -2, -2 ഇതിനെ എനിക്ക് റെപ്രസെന്റ് ചെയ്യണം. എങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? സാധനം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നോക്ക്, എക്സും വൈയും എന്തായിരിക്കും? എക്സും കോർഡിനേറ്റും -2 ആണ്, വൈ കോർഡിനേറ്റും -2 ആണ്. അതായത് എക്സ് ആക്സിസിലും -2ന്റെ നേരെയാണ്, വൈ ആക്സിസിലും -2ന്റെ നേരെയാണ്. അതായത് എക്സ് ആക്സിൽ -2 ഇവന്, വൈ ആക്സിൽ -2 ഇവന്. അപ്പൊ ഇവന്മാർ രണ്ടാളും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഇവന്മാർ രണ്ടാളും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഈ പോയിന്റ്. ഇതാണ് ആര്? -2, -2 എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് ആക്സിലും വൈ ആക്സിലും ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ് ആര്? -2, -2 എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇതിൽ പഠിച്ച എന്തൊക്കെയായിരുന്നു ആണ്? എക്സ് ആക്സിസ് എന്താ, വൈ ആക്സിസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ പോയിന്റ്സ് എങ്ങനെയാ മാർക്ക് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ? ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചല്ലോ. ഇനി അടുത്തത് അങ്ങനെയെങ്കിൽ ഇവന്മാരെ നോക്ക്, ഈ ഒരു സ്പേസിനെ പറയുന്ന പേരെന്താ അറിയോ? ഈ സ്പേസിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് ക്വാഡ്രാന്റ് എന്നാ പറയാം. എന്താണ്? ഫസ്റ്റ് ക്വാഡ്രാന്റ് എന്നാണ് ഇവനെ പറയാം. ഇവനെ പറയുന്ന പേരെന്താ അറിയോ? സെക്കൻഡ് ക്വാഡ്രാന്റ് എന്നാ പറയാം. സെക്കൻഡ് ക്വാഡ്രാന്റ് എന്നാ പറയാം. ഇനി ഇവൻ ആരാന്നറിയോ? ഇവനാണ് നമ്മളുടെ തേർഡ് ക്വാഡ്രാന്റ്. ആൻഡ് ഇവനാണ് നമ്മളുടെ ഫോർത്ത് ക്വാഡ്രാന്റ്. റെഡി? അപ്പൊ എല്ലാ ക്വാഡ്രാന്റ്സും നമ്മൾ പഠിച്ചേ, ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാ അറിയോ? അതായത് ഞാൻ ഒരു 3, 4 ഇത് ഏത് ക്വാഡ്രാന്റിലാണ്? ഇതാണ് ക്വസ്റ്റ്യൻ വരിക. 3, 4 ഇത് ഏത് ക്വാഡ്രാന്റിലാണ് നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെയാണ് അല്ലേ നമ്മളുടെ വരിക. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. അപ്പൊ എക്സിലൊക്കെ ഇവിടെ എക്സിൽ പോസിറ്റീവ് ആണ്, ഇത് എക്സ് നെഗറ്റീവ് ആണ് അല്ലെ? ഇങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ്, ഇങ്ങോട്ട് നെഗറ്റീവ്. വൈയിൽ മുകളിലോട്ട് പോസിറ്റീവ്, ഇങ്ങോട്ട് നെഗറ്റീവ്. ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയ ഇതെന്തായിരിക്കും? രണ്ടും പോസിറ്റീവ്, പോസിറ്റീവ് ആയിരിക്കും ഇവിടുത്തെ പോയിന്റ്. ഇവിടുത്തെ എന്തായിരിക്കും? എക്സ് ആക്സിൽ നെഗറ്റീവ്, അപ്പൊ നെഗറ്റീവ്, പോസിറ്റീവ് ആണ് ഇവിടുത്തെ പോയിന്റ്. ഇവിടുത്തെ എങ്ങനെയായിരിക്കും? എക്സ് നെഗറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്, അപ്പൊ നെഗറ്റീവ്, നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ എങ്ങനെയായിരിക്കും? എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്, പോസിറ്റീവ്, നെഗറ്റീവ്. ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇതിന്റെ ക്വാഡ്രാന്റ് ഏതാണ്? ഇതാണ് ഫസ്റ്റ്, ഇതാണ് സെക്കൻഡ്, ഇതാണ് തേർഡ്, ഇതാണ് ഫോർത്ത്. അപ്പൊ വേഗം
ഏത് ക്വാഡ്രാന്റിലാന്ന് ചോദിച്ചാൽ ആ നിമിഷം നിങ്ങൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്? നേരെ ഇവനെ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ദാ ഇങ്ങനെ വരയ്ക്കുന്നു. എന്നിട്ട് പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ് ഇത് അങ്ങോട്ട് എഴുതി വെക്കുന്നു. നോ പ്രോബ്ലം, അടിപൊളി, സെറ്റ്. റെഡി? ഇനി അടുത്ത് നോക്ക്. അടുത്തത് ഇതാ 3, 4 ഏത് ക്വാഡ്രാന്റിലാണ്? അതായത് എക്സ് കോർഡിനേറ്റും പോസിറ്റീവ്, വൈ കോർഡിനേറ്റും പോസിറ്റീവ്, പ്ലസ് പ്ലസ് ഏത് ക്വാഡ്രാന്റിലാ? ഫസ്റ്റ് ക്വാഡ്രാന്റ്. ഇനി ഞാൻ ചോദിക്കുകയാണ് -7 -8 ഇത് ഏത് ക്വാഡ്രാന്റിലാണ്? നിങ്ങൾ അപ്പോൾ ഇതെന്താണ്? എക്സും മൈനസ് ആണ്, വൈയും മൈനസ് ആണ്. മൈനസ് മൈനസ് ഏതാണ്? തേർഡ് ക്വാഡ്രാന്റ് ആണ്. ഇനി ഞാൻ വേറെ ചോദിക്കുകയാണ് 3, -4 ഇത് ഏത് ക്വാഡ്രാന്റിലാണ്? ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ പറയാം. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ നേരെ ഇതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ് ആക്സിസ് വരയ്ക്കുന്നു, അതുപോലെ തന്നെ വൈ ആക്സിസും വരയ്ക്കുന്നു. ഓക്കെ, വൈ ആക്സിസും വരയ്ക്കുന്നു. എന്നിട്ട് നിങ്ങളോട് പറയാണ് ഞാൻ ഇത് മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്താവും? ഇത് 1 2 3 4 5 ആൻഡ് സൈഡിലോട്ട് -1 -2 -3 -4 അങ്ങനെ പോകും. മുകളിലേക്ക് 1 2 3 4 അങ്ങനെ, താഴോട്ട് -1 -2 -3 -4 ഇങ്ങനെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എവിടെ? ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റിന്റെ കോർഡിനേറ്റ് ഏതാ നിങ്ങളോട് ചോദിക്കും. അതാ നോക്ക്, ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്ത് ഇവിടെ ഇതിന്റെ ഈ എക്സ് ആക്സും വൈ ആക്സും ഇന്റർസെക്ട് ചെയ്യുന്ന ഇവിടുത്തെ ഇതിന്റെ കോർഡിനേറ്റ് എന്താന്ന് നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ എന്താ പറയേണ്ടത്? ഇത്രയേ ഉള്ളൂ. അതായത് ഇവന്മാർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താ അറിയോ? 0,0 ആണ്. ഓക്കെ, ഇതിനെ പറയുന്ന പേരെന്താ അറിയോ? ഇതിനെ പറയുന്ന പേരാണ്, ഈ ഒരു കോർഡിനേറ്റിനെ പറയുന്ന പേരാണ് ഒറിജിൻ എന്നാ പറയാ. എന്താ പറയാ? ഒറിജിൻ എന്നാണ് പറയാ. ഓക്കെ, ഒറിജിൻ ആണ്. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് 0 0. അതിന് പറയുന്ന പേരെന്താണ്? ഒറിജിൻ എന്നാണ്. ഇനി അടുത്ത് നോക്കടാ, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതായത് എക്സ് ആക്സിന്റെ മുകളിൽ കൊണ്ടുപോയി പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് എന്താ വരിക? ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കോർഡിനേറ്റ് എഴുതുമ്പോൾ ആദ്യം എക്സ് ആക്സിലേക്ക് നോക്കുക. അത് എക്സ് ആക്സിൽ എന്തിന്റെ നേരെയാണ്? ദെൻ വൈ ആക്സിലേക്ക് നോക്കുക, വൈ ആക്സിൽ എന്തിന്റെ നേരെയാണ്? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എക്സ് ആക്സിൽ എന്തിലാണ്? 4ലാണ് അല്ലെ? എക്സ് ആക്സിന്റെ മുകളിൽ ഇത് എക്സ് ആക്സ് ആണ്, ഇത് വൈ ആക്സ് ആണ്. എക്സ് ആക്സിൽ എന്തിന്റെ മുകളിലാണ്? 4ലാണ്. വൈ ആക്സിൽ ഒന്നുമില്ല, വൈ ആക്സിൽ 0. അപ്പൊ 4,0 എന്നാ വരിക. ഇനിയിപ്പോ ഇവിടെ ഒരു പോയിന്റ് എടുത്താലേ ഇതെന്താ വരിക? എക്സ് ആക്സിൽ -3, വൈ ആക്സിസ് 0, -3,0 എന്നാ പറയാ. ഇനി വൈ ആക്സിസിൽ പോയിന്റ് എടുത്താലോ? നോക്ക്, ഞാൻ പോയിന്റ് ഇവിടെ എടുത്തു. അങ്ങനെയെങ്കിലോ നോക്ക്, വൈ ആക്സിൽ എന്തിന്റെ നേരെയാണ്? -3ന്റെ നേരെയാണ്. എക്സ് ആക്സിൽ 0 ആയിരിക്കും. 0 -3 എന്നാ വരിക. ഇനി ഇവിടെ പോയിന്റ് എടുത്താലോ? നമുക്ക് വൈ ആക്സിൽ 4 ആണ്, എക്സ് ആക്സിൽ 0 ആണ്. അപ്പൊ എക്സ് ആണ് ആദ്യം, 4,0. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും മനസ്സിലാക്കുക, ഒരിക്കലും മറക്കരുത്. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗമാണ്. അതായത് എക്സ് ആക്സിസിൽ ആണ് എങ്കിൽ എന്തായിരിക്കും? വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈ ആക്സിസിൽ ആണ് എങ്കിൽ എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ എക്സ് ആക്സിലാണെങ്കിൽ ആരാണ്? വൈ ആക്സിൽ ആണെങ്കിൽ ആരാണ്? സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് മനസ്സിലാക്കില്ലേ? ഉഷാറായിട്ട് മനസ്സിലാക്കില്ലേ? അതുപോലെ ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, അപ്പോൾ എക്സ് ആക്സും വൈ ആക്സും പഠിച്ചു, എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റിലും എങ്ങനെയാണ് പോയിന്റ്സ് മാർക്ക് ചെയ്യാന്നൊക്കെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് എന്താ പഠിക്കാനുള്ളത് വെച്ചാൽ ഡിസ്റ്റൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്താണ്? നമ്മളുടെ ഡിസ്റ്റൻസ്. അതായത് ഞാൻ നോക്ക്, ഞാൻ ഇതുപോലെ എക്സ് ആക്സും വൈ ആക്സും വരയ്ക്കുന്നു, അതിൽ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. 1 2 3 4 -1 -2 -3 ആൻഡ് -4. മുകളിലോട്ട് 1 2 3 4, താഴേക്ക് -1 -2 -3 ആൻഡ് -4. അപ്പൊ ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. റെഡി? എക്സ് ആക്സിസും വൈ ആക്സിസും. എന്നിട്ട് ഞാൻ ചോദിക്കാണ്, ഇവിടെ ഞാൻ 1 മുതൽ 3 വരെ ഇങ്ങനെ ഒരു ലൈന് വരച്ചാൽ ഈ ലൈൻ്റെ ലെങ്ത് എത്ര? ഈ ലൈൻ്റെ ലെങ്ത് എത്ര? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഈ ലൈൻ്റെ ലെങ്ത് എത്ര?
അതെങ്ങനെയാ നോക്കണ്ട അറിയാം. അതായത് എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ലെങ്ത് എന്ന് പറയുന്നത്, രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ലെങ്ത് 1 സെന്റിമീറ്ററോ 1 മീറ്ററോ 1 ഇഞ്ചോ 1 ഫീറ്റോ ഒന്നുമല്ല. രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ലെങ്ത് എത്രയാ അറിയോ? 1 യൂണിറ്റാ. അതായത് നമുക്ക് രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. അപ്പൊ ഇത് എത്ര യൂണിറ്റാ? 1 യൂണിറ്റ് 2 യൂണിറ്റ്. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആണ്. 2 യൂണിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ നോക്കട്ടെ, ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണേ. ഞാൻ ലൈൻ വരച്ചതാ ഇങ്ങനെ ലൈൻ വരച്ചു, ഇങ്ങനെ ലൈൻ വരച്ചു. അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയാന്ന് എനിക്കറിയണം. ഈ ലെങ്ത്, ഇതിന്റെ ലെങ്ത് എത്രയാന്ന് എനിക്കറിയണം. ഇതെങ്ങനെയാ ഇതിന്റെ ലെങ്ത് പറയാ? ഇതാ ഇത്രയേ ഉള്ളൂ. ഇത് എക്സ് ആക്സിന് നേരെയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതാ നോക്ക്, ഇതിന്റെ ഈ ഒരു ലൈൻ, ഈ ഭാഗം എന്ന് പറയുന്നത് ഇതാ നോക്ക് 1ന്റെ നേരെയാണ്. ഈ ഭാഗം എന്ന് പറയുന്നത് എന്തിന്റെ നേരെയാണ്? നമുക്ക് ഇവിടെ ആണേ, അതായത് 4ന്റെ നേരെയാണ്. അതായത് നമ്മളോട് ചോദിക്കുന്നത് 1 to 4 വരെയുള്ള ലെങ്ത് എത്രയാന്നാ. 1 to 4 വരെയുള്ള ലെങ്ത് എത്രയാണ്? 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ് അല്ലെ? 1 to 4 വരെയുള്ള ലെങ്ത് പറയുന്നത് 3 യൂണിറ്റ്, 3 യൂണിറ്റ് ആണ്. റെഡി, 3 യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഞാൻ നോക്ക്, ഇങ്ങനൊരു ലൈൻ വരച്ചു. അപ്പോഴും നിങ്ങൾ അത് ആലോചിച്ച് നോക്കുക, ഇത് എന്തിന്റെ നേരെയാണ്? ദാ ഇങ്ങനെ ഇതിന്റെ നേരെയാണ്. ഇതെന്തിന്റെ നേരെയാണ്? ഇതിന്റെ നേരെയാണ്. അപ്പോൾ -1 to -4, അതായത് ഇവിടുന്ന് ഇവിടം വരെ 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്. റെഡി? അപ്പൊ എക്സ് ആക്സിനും വൈ ആക്സിനും പാരലൽ ആയിട്ടുള്ള ലൈൻസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എങ്ങനെയാ പറയാന്നാണ് മിസ് പറഞ്ഞു തന്നത്. അപ്പൊ രണ്ട് എണ്ണം തമ്മിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 1 യൂണിറ്റ് ആണ്. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. ഒരു പ്രശ്നവുമില്ലല്ലോ, അടിപൊളിയല്ലേ, സെറ്റപ്പ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇതാ നോക്കിയേ, ഞാൻ തരാണ് ദാ ഇതുപോലൊരു ട്രയാങ്കിൾ തന്നു. എന്നിട്ട് എനിക്ക് പറയണം എന്ത്? ഇങ്ങനെ ഓരോന്നിന്റെയും ലെങ്ത്, അതായത് ഇപ്പൊ നോക്ക്, ഈ ഒരു ലൈൻ്റെ ലെങ്ത്, ഈ ലൈൻ്റെ ലെങ്ത് നോക്കിയാൽ എന്താ പ്രശ്നം? ഈ ലൈൻ്റെ ലെങ്ത് പറഞ്ഞാൽ കറക്റ്റ് നമ്മളുടെ എക്സ് ആക്സിസിനോ അല്ലെങ്കിൽ വൈ ആക്സിസിനോ പാരലൽ ആയിട്ടല്ല വരുന്നത്. അല്ലാതെ നമുക്ക് ചെരിഞ്ഞിട്ടൊരു ലൈന് വന്നിക്കുക, എന്നിട്ട് അതിൻ്റെ ലെങ്ത് എത്രയാണ്. പക്ഷെ എന്തറിയാം, നമുക്ക് അതിൻ്റെ രണ്ട് എൻ പോയിന്റ്സിൻ്റെയും കോർഡിനേറ്റ് അറിയാം. അതായത് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3, 4 ആണ്. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 9, 6 ആണ്. എന്നിട്ടാണ് നമ്മൾ ചോദിച്ചത് എന്ത്? ഇതിൻ്റെ ലെങ്ത് എത്രയാണ്. അങ്ങനെ നമ്മളുടെ പാരലൽ അല്ലാതെ, എക്സ് ആക്സിനും വൈ ആക്സിനും പാരലൽ അല്ലാതെ ഒരു ലൈന് തന്നു. ആ ലൈൻ്റെ എൻ പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ നിങ്ങൾ ലെങ്ത് എങ്ങനെയാ കണ്ടറിയോ? അതായത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ കാണാതെ പഠിച്ചു വെക്കുക. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square. റെഡി? അങ്ങനെയാണ് ലെങ്ത് കണ്ടുപിടിക്കുക. അങ്ങനെയെങ്കിൽ ഇത് എന്ത് ചെയ്തോ, വേഗം ഇപ്പൊ തന്നെ എന്ത് ചെയ്തോ, ഒന്ന് ബോക്സിലാക്കിയിട്ട് വെച്ചോ. എന്താണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല? റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ലെങ്ത് എത്രയായിരിക്കും? ഇതിന്റെ ലെങ്ത് ഇതൊക്കെ ഈ ഒരു ലൈനിന് എന്താ പ്രത്യേകത? ഈ ലൈനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ രണ്ട് സൈഡ് എത്രയാ? ഇതിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് 3,4 ആണ്. ഇനി ഇതിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് 9,6 ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവനെ x1 ഇത് y1 എന്നാക്കിയിട്ട് എടുക്കുന്നു, ഇത് x2 ഇത് y2 എന്നാക്കിയിട്ട് എടുക്കുന്നു. ഓക്കെ, x1 y1 ഇത് x2 y2 ആണ്. ഇവിടെ എന്താ പറയുന്നത്? ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല. ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് നോക്ക്, x1 y1 എന്ന് പറയുന്ന ഒരു പോയിന്റും x2 y2 എന്ന് പറയുന്ന പോയിന്റും ഉണ്ട് എങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? x2 minus x1 the whole square plus y2 minus y1 the whole square ആണ്. ഓക്കെ, y2 minus y1 the whole square ആണ്. ഇനി അടുത്തത്, ഇനി നെക്സ്റ്റ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇതിനെ x1 y1 എന്ന് എടുക്കുകയും ഇതിനെ x2 y2 എടുക്കുകയും ചെയ്താൽ ഇതിന്റെ ഡിസ്റ്റൻസ് എന്താടാ? ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് x2 എത്രയാ? 9 മൈനസ് x1 എത്രയാ? 3, 9 minus 3 whole square plus y2 എത്രയാ? 6 മൈനസ് y1 എത്രയാ? 4, 6 minus 4 the whole square. അതായത് 9 minus 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ് അല്ലേ? 6ന്റെ സ്ക്വയർ പ്ലസ് 6 minus 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ദാറ്റ് ഈസ് 2ന്റെ സ്ക്വയർ, ദാറ്റ് ഈസ്
6 സ്ക്വയർ 36 പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു √40 ആയിരിക്കും നമ്മളുടെ ആൻസർ. എത്രയാണ്? √40 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് പഠിച്ചോ, ഉഷാറായിട്ട് പഠിച്ചില്ലേ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. വേണമെങ്കിൽ ഒരൊറ്റ പോയിന്റ് കൂടി നമുക്ക് നോക്കാം. നോക്ക്, ഈ ലൈൻ എടുത്ത് നോക്ക്. എം എന്ന് പറയുന്നത് 96 ആണ്, ഡി എന്ന് പറയുന്നത് 71 ആണ്. അപ്പൊ ഞാൻ നോക്ക്, എം എന്ന് പറയുന്നത് 96 ആണ്, ഇങ്ങനൊരു ലൈൻ ഉണ്ട്. ഇതിൽ ഈ പോയിന്റ് 96 ആണ്. ആൻഡ് ഇവൻ എന്ന് പറയുന്നത് എന്താണ്? 71 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവൻ എന്തെടുക്കുന്നു? x1 y1 എന്ന് എടുക്കുന്നു. ഇതിനെന്തെടുക്കുന്നു? x2 y2 എന്ന് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് കാണാനുള്ള ഫോർമുല എന്താണ്? √x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ആണ്. ക്ലിയർ? അങ്ങനെയെങ്കിൽ √x2 എന്താണ്? 7 മൈനസ് 9 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് 6 ദ ഹോൾ സ്ക്വയർ. മിസ് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞു തരട്ടെ. അതായത് ഇവനെ x1 y1 ഇവൻ x2 y2 എടുക്കുന്നതിന് പകരം ചില മക്കൾ തെറ്റിപ്പോവും. ഇവൻ x1 y1 ഇവൻ x2 y2 എടുക്കും. അങ്ങനെയായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ 7 മൈനസ് 9 ചെയ്താലും നമുക്ക് 7 മൈനസ് 9 ചെയ്താൽ 7 മൈനസ് 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -2 സ്ക്വയർ. -2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി 9 മൈനസ് 7 ചെയ്താലും എന്തായിരിക്കും? 9 മൈനസ് 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ, ദാറ്റ് ഇസ് 4. സ്ക്വയർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു 9 മൈനസ് 7 എടുത്തു കഴിഞ്ഞാലും 7 മൈനസ് 9 എടുത്തു കഴിഞ്ഞാലും നോ പ്രോബ്ലം. അപ്പോൾ കുറേ കുട്ടികളുടെ സംശയമാണ് x1 മൈനസ് x2 അല്ലെങ്കിൽ x2 മൈനസ് x1 ആണോ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, ഇനി പറയാലോ, ദാറ്റ് ഇസ് √7 മൈനസ് 9 എന്ന് പറയുമ്പോൾ -2, -2ന്റെ സ്ക്വയർ പ്ലസ് 1 മൈനസ് 6 എന്ന് പറയുമ്പോൾ -5, -5ന്റെ സ്ക്വയർ. ദെൻ that is equal to √-2ന്റെ സ്ക്വയർ 4. -2ന്റെ സ്ക്വയറും 2ന്റെ സ്ക്വയറും സെയിം ആണ്. ദെൻ -5ന്റെ സ്ക്വയർ, -5ന്റെ സ്ക്വയറും 5ന്റെ സ്ക്വയറും സെയിം, അതായത് 25. that is equal to √29. ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇനി അടുത്തതായിട്ട് ഇതിൽ പറയാനുള്ളത് നമ്മളുടെ മിഡ് പോയിന്റ് എന്താണെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സബാഷ്. ഓക്കെ, അങ്ങനെയെങ്കിൽ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഞാൻ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഒരു ലൈൻ വരച്ചു. ഞാൻ പറയാണ് ഇതിൻ്റെ ഈ എൻ പോയിന്റ് എന്ന് പറയുന്നത് x1, y1 ആണ്. ഇതിൻ്റെ എൻ പോയിന്റ് എന്ന് പറയുന്നത് x2, y2 ആണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ മിഡിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ആ ഒരു മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് എനിക്ക് അറിയണം. മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് എങ്ങനെയാ കാണാറിയോ? മിഡ് പോയിന്റ് എന്ന് പറയുന്നത് x1 പ്ലസ് x2 by 2, y1 പ്ലസ് y2 by 2 ആണ്. എന്താണ്? x1 പ്ലസ് x2 by 2 ഡിവൈഡഡ് ബൈ x1 പ്ലസ് x2 by 2, y1 പ്ലസ് y2 by 2 ആണ്. നല്ലോണം വലിയ ബ്രാക്കറ്റിലാക്കി വെച്ചോ, വലിയൊരു ബോക്സിൽ തന്നെ ആക്കി വെച്ചോ. ബിക്കോസ് എന്താണെന്നറിയോ, ഇത് നമുക്ക് എക്സസൈസിൽ പറയുന്ന ഒരു ക്വസ്റ്റ്യനിലാണ് ഇങ്ങനെ ഒരു സാധനം പഠിക്കണം തന്നെ നമ്മൾ അറിയുന്നത്. ഇത് പഠിച്ചു വെച്ചോട്ടോ. അങ്ങനെയെങ്കിൽ ഇതാ നോക്കിയേ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിൽ മിസ് പറയാണ് ഈ ഒരു സാധനം, അതായത് ഇത് 3,2 ആണ്. 7, ഇത് 14 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് എനിക്ക് കാണണം. മിഡ് പോയിന്റ് കാണാനുള്ള ഫോമുല എന്താ? എം എന്ന് ഞാൻ എഴുതുന്നുള്ള x1 പ്ലസ് x2 by 2, y1 പ്ലസ് y2 by 2 ആണ്. അതായത് നോക്ക്, x1 എന്താണ്? ഇതിന് x1 y1 എന്ന് എടുക്കുന്നു, ഇത് x2 y2 എന്ന് എടുക്കുന്നു. x1ഉം x2ഉം ദാറ്റ് ഈസ് 3 പ്ലസ് 7 by 2, 7 പ്ലസ് 14 by 3 plus 7 by 2, y1 2 plus 14 by 2. That is എന്തായിരിക്കും വരിക? 3 plus 7 by 2. That is 10 by 2, 14 plus 2, 16 by 2. That is
5,8 ആയിരിക്കും. എന്താണ് ആൻസർ? നമ്മളുടെ ഈ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 5,8 ആയിരിക്കും. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഞാൻ പറയാണ് ഇതെന്ന് പറയുന്നത് 1, 3 ആണ്. ഇതെന്ന് പറയുന്നത് 5, 6 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതാ ഇതിന്റെ മിഡ് പോയിന്റ് എങ്ങനെയാ കാണാ? m is equal to x1 plus x2 by 2. ആരാ x1 ഉം x2? x1 x2 1 plus 5 by 2 കോമ y1 plus y2 by 2. ഇതാണ് y1, ഇതാണ് y2. That is 3 plus 6 by 2. That is equal to എന്താ വരിക? 1 plus 5 by 2. That is 6 by 2 കോമ 6 plus 3 9 by 2. അതായത് എന്താ വരിക? 6 by 2 3 കോമ then 9 by 2 എന്ന് പറയുമ്പോൾ 4.5. അപ്പൊ ആൻസർ എത്രയാണ്? ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 3,4.5 ആണ്. സെറ്റ് അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സോ ഇങ്ങനെയാണ് നിങ്ങൾ മിഡ് പോയിന്റ് കാണേണ്ടത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഒരു 2D ഫിഗറും 3D ഫിഗറും ഉണ്ടാവുക എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് പോയിന്റ്സ് തന്നാൽ എങ്ങനെയാണ് ഒരു കോർഡിനേറ്റ് പ്ലെയിനിൽ, കാർട്ടീഷ്യൻ പ്ലെയിനിൽ, XY പ്ലെയിനിൽ മാർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിനെ ഫസ്റ്റ് ക്വാഡ്രാന്റ്, സെക്കൻഡ് ക്വാഡ്രാന്റ്, തേർഡ് ക്വാഡ്രാന്റ്, ഫോർത്ത് ക്വാഡ്രാന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു നമ്പർ, ഒരു കോർഡിനേറ്റ് തന്നാൽ അത് ഏത് ക്വാഡ്രാന്റിലാന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഇവനെ വരച്ചു നോക്കിയിട്ടേ നിങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന് മിസ് പറഞ്ഞു. അടുത്തത് എന്തായിരുന്നു? നമ്മളുടെ എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. y ആക്സിസിൽ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ആൻഡ് നമ്മളുടെ രണ്ട് ആക്സിസും അവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് ഒറിജിൻ. അതിന്റെ കോർഡിനേറ്റ് എങ്ങനെയാ? 0, 0 ആണ്. ഇതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അടുത്തതായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? നമ്മളുടെ എക്സ് ആക്സിസിനും y ആക്സിസിനും പാരലൽ ആണെങ്കിൽ അതിനെങ്ങനെയാണ് നമ്മളുടെ ഒരു ലൈൻ്റെ ഡിസ്റ്റൻസ് കാണാം, ലൈൻ്റെ ലെങ്ത് കാണാന്ന്. രണ്ട് നമ്പറുകളും തമ്മിലുള്ള അകലത്രയാണ്? ആ രണ്ട് നമ്പറുകളും തമ്മിലുള്ള ലെങ്ത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. സോ സിംപ്ലി നമുക്ക് ഇതിൻ്റെ പാരലൽ ആണെങ്കിൽ ഇത് കാണാൻ പറ്റും. പാരലൽ അല്ല എങ്കിൽ നമ്മൾ ഇക്വേഷൻ ഏത് യൂസ് ചെയ്യണം? ഈവൻ. എന്താണ് ഡിസ്റ്റൻസ്? √(x2 - x1) the whole square plus y2 - y1 the whole square. ദെൻ അടുത്ത നമ്മൾ എന്തിലേക്ക് പോയി? നമ്മളുടെ മിഡ് പോയിന്റിലേക്ക് പോയി. മിഡ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? x1 + x2 by 2 y1 + y2 by 2 ആണ്. ഓക്കെ, സോ ഇതുപോലെ നമ്മളിപ്പോൾ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഈ ചാപ്റ്ററിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളുടെ സൂപ്പർ ബാച്ചിലേക്ക് വരണം കേട്ടോ. എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഒരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്റർ സൂപ്പർ ബാച്ചിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിന് നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൂപ്പർ ബാച്ചിൽ വന്നിട്ട് ഈ ചാപ്റ്റർ ഫ്രീ ആയിട്ട് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ വെറും ഫ്രീ ആണ്. അപ്പോൾ നമ്മളുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമ്മളുടെ ഓറിയന്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ് ഫ്രീ ആയിട്ട് കണ്ടോ, അടിപൊളിയായിട്ട് പഠിച്ചോ. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ മാത്സ് ബേസിക്സും ഇംഗ്ലീഷ് ബേസിക്സും ഹിന്ദി ബേസിക്സും ഒക്കെ ഇതിൽ ഫ്രീ ആണ്. ഇത്രയും ഫ്രീ ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉള്ളപ്പോൾ എന്തിനാടാ വെറുതെ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവുന്നത്? അപ്പോൾ ഒന്നും പേടിക്കണ്ട. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സും ഇതുപോലെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്തോ. ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ രജിസ്ട്രേഷൻ ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലുണ്ട്. അതിലൊന്ന് രജിസ്റ്റർ ചെയ്താൽ മക്കൾക്ക് എന്താണ് ഈ ഒരു സൂപ്പർ ബാച്ച് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഒരാൾ വിളിച്ച് പറഞ്ഞു തരും. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് പോരും കേട്ടോ. മറ്റൊരു കാര്യം കൂടി, നമ്മളുടെ ഇതിന്റെ നോട്ട്സ് ഒക്കെ വേണ്ടേ? ഇതിന്റെ നോട്ട്സ് ഒക്കെ വേണം. അതുപോലെ ഡെയിലി കുറെ ക്വസ്റ്റ്യൻസ് വേണം. കുറെ മാത്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കണം. ഞങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ഒക്കെ ഞങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് പഠിച്ച് അടിപൊളിയായിട്ട് മുന്നേറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ഗ്രൂപ്പായിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ താഴെയുള്ള കമൻറ്റ് ബോക്സിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോർ നോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിലേക്കും പോരും. അപ്പോൾ രണ്ടേ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു ചാപ്റ്ററായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.